ഏട്ടാ ഇതെന്ത് തരം ചെയ്തയാ? ഇത് പൊരിച്ചീര. ഇത് പൊരിച്ചീര എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇതിനെ രാജ്ഗിര എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇത് റോയൽ സീഡാണ്. അതായത് രാജ്ഗിര എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും യോദ്ധാക്കന്മാരും ഒക്കെ കഴിക്കുന്ന ഭക്ഷണമാണ്. റോയൽ സീഡ് എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഇതിനെ രാംദാന എന്നും അറിയപ്പെടുന്നു. അതായത് വിശിഷ്ട ഭോജ്യമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സീഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് ഇത് നമ്മൾ പോപ്കോണൊക്കെ പൊരിക്കുന്നത് പോലെ പൊരിച്ച് അതിനെ പൊടിച്ചിട്ടാണ് ആഹാര സാധനങ്ങളിൽ ചേർക്കുന്നത്. സൂപ്പിൽ ചേർക്കാം, ഇല്ലെങ്കിൽ തനിയെ പഴമോ തേനോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. നമ്മൾ കുപ്പിയിൽ വാങ്ങുന്ന, പാക്കറ്റിൽ വാങ്ങുന്ന എനർജൈസർ, ബോൺവിറ്റ, ബൂസ്റ്റ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനേക്കാളൊക്കെ വിശിഷ്ടമായ പൂജ്യമാണ്. ഇത് വളരെയധികം പോഷക ഗുണങ്ങളാണ്. ഒരു വീട്ടിൽ ഇതിൻ്റെ ഒരു 10 ചെടി ഉണ്ടെങ്കിൽ ഒരു വർഷം വീട്ടിലെ എല്ലാവർക്കും പോഷകാഹാരം കിട്ടുന്നത്. ഒരു ചെടിയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 250 ഗ്രാം വിത്ത് തിന്നു. ഒരു 10 ചെടി മതി. കൂടുതൽ സ്ഥലമുള്ളവർ കൂടുതൽ വെച്ചോട്ടെ. ഏറ്റവും കുറഞ്ഞ ഒരു 10 ചെടി ഒരു വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണമുണ്ടാകും. കുറച്ച് സീഡ്സ് മതി. ഒരു 10 ചെടി ഉണ്ടാവാൻ ഒരു കുറച്ച് സീഡ്, ഒരു 10 ഗ്രാം സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യം പോലെ. കാരണം ഒരു തവണ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ അധികം വിത്തെടുത്ത് നമുക്ക് ഇടാമല്ലോ. അപ്പോൾ ഓരോ വീട്ടിലും ചെയ്യാം. ടെറസ് മാത്രമേ ഉള്ളവർക്കും ചെടിച്ചട്ടിയിൽ വേണമെങ്കിലും 10 ചെടി ഇത് ഉണ്ടാകും. അത്രത്തോളം വിശിഷ്ടമാണ്. ഇത് പണ്ട് അട്ടപ്പാടിയിൽ വ്യാപകമായിട്ട് ഗോത്ര സമൂഹം കൃഷി ചെയ്തിരുന്നു. അവരുടെ ആഹാരത്തിലെ മുഖ്യ ഇനമായിരുന്നു. മുഖ്യ ഇനം എന്ന് പറഞ്ഞാൽ അവർക്ക് പോഷകാഹാരം കിട്ടുന്നതിന്. കാരണം മാംസവും മത്സ്യമൊന്നും കഴിക്കാത്ത ആളുകളായിരുന്നതുകൊണ്ട് അവർ ഫുള്ളി വെജിറ്റേറിയൻ. അന്ന് അവർക്ക് പോഷകാംശം, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ കിട്ടുന്നത് ഇതിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് അപ്രത്യക്ഷമാവുക ചെയ്തു. ഇന്ന് വളരെ കുറഞ്ഞ വീടുകൾ മാത്രമേ ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ആദിവാസി സമൂഹം തന്നെ. ഗോത്ര സമൂഹത്തിൽ ഇത് പണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചെടിയാണ്. ചെറുധാന്യങ്ങളെ പോലെ തന്നെ ഇതും കൃഷി ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും വിത്ത് ചെറിയ പൈസ ഈടാക്കും, കൊടുക്കും. ആർക്ക് വേണമെങ്കിലും കുറച്ച് പേർക്ക്, കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്നും ഇനിയും മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി. ഇത് രാംദാന എന്നറിയപ്പെടും. റോയൽ സീഡാണ്. രാജ്ഗിര എന്ന് പറയും. അമരാന്തസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇവിടെ അട്ടപ്പാടിയിൽ ഗോത്ര സമൂഹത്തിന് പൊരിച്ചീര എന്ന് പറയും. ഇതിൻ്റെ വിത്ത് തനിയെ കഴിക്കുകയല്ല ചെയ്യുന്നത്, പൊരിച്ചിട്ട് അതിന് പണ്ട് കാലത്തൊക്കെ ഈ ഊരുകളിലൊക്കെ സീനിയർ ഓഫീസർമാർ ഒക്കെ വരുമ്പം അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതായിരുന്നു. ഇത് ഒരു ബൗളിലിട്ടിട്ട് അതിനകത്ത് കാട്ടുതേനും ഒഴിച്ചിട്ട് അതിന് കൊടുക്കുന്നു. അപ്പം അത്ര വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാണ് അവരത് പുറത്ത് കൊടുത്തിരുന്നത്, ഇല്ലെങ്കിൽ വീട്ടിലെ ഉപയോഗത്തിൽ. ഇത് ലൈസിൻ സംയുക്തങ്ങളടങ്ങിയ കാൽഷ്യമാണ്. ലൈസിൻ സംയുക്തങ്ങൾ എന്തിനു വേണ്ടിയാണ് ശരീരത്തിന് ആവശ്യമുള്ളതെന്ന് ഗൂഗിൾ ബാബുവിനോട് ചോദിച്ചാൽ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നതിൽ കൂടുതൽ അതായിരിക്കില്ല. രാജ്ഗിര എന്നോ രാംദാന എന്നോ ഗൂഗിളിൽ നോക്കിയാൽ ഇതിൻ്റെ പോഷകാംശങ്ങളെ പറ്റി അറിയാൻ പറ്റും, കൂടുതലായി അറിയാം. ഇത് കൃഷി ചെയ്യുക, കഴിയുന്നവരൊക്കെ ഇതിൻ്റെ വിത്ത് ഉപയോഗിക്കുക. വീട്ടിൽ തന്നെ ഇതിന് വീണ്ടും വിത്തുകൾ കൂടുതലുണ്ടാക്കി കൂടുതൽ കൃഷി ചെയ്യുക.